മരുന്ന് കഞ്ഞി ഞാനിവിടെ വീട്ടിൽ വന്നിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. എനിക്ക് എന്താ പറയാ, ഫോണില് വെള്ളത്തുള്ളികളൊക്കെ കാണാൻ. പക്ഷേ ഏതെങ്കിലും കസേര ഇട്ടിട്ട് നോക്കണം കറക്റ്റ്. നല്ല കാലിനെ വെക്കാം. ചെയ്തന്നെ ഇങ്ങനത്തെ ഉദ്ദേശിക്കണത് ഇങ്ങനെ ചോദിക്കും. കണ്ണെന്തോ പോലെ ചെയറൊക്കെ കൊടുക്കാനുള്ളതാണോ? എത്ര നാൾ വരെ ഉണ്ടാവുന്ന? ഓണം വരെ. അത് കഴിഞ്ഞില്ല. എങ്ങനെയുണ്ട്? അത് ഇഷ്ടപ്പെട്ടോ? കാണാൻ പറ്റണല്ലോ. ഇത് കണ്ട നല്ല തീപ്പോയി ഇതും ഗാർഡനിലൊക്കെ ഇടാൻ പറ്റുന്ന. അതിവിടെ വളർത്തുന്ന പൂച്ചേനാ. ചെടി വെക്കണ സ്റ്റാൻഡ് കണ്ടോ? ഇവിടെ ഒരു ചെടി വെച്ച് ഇവിടെ ഒരു ചെടി വെച്ച് നമുക്ക് സിറ്റ് ഔട്ടിലും വീടിൻ്റെ അവിടെയൊക്കെ വെക്കാമല്ലോ ഇതൊക്കെ. പക്ഷേ ഏതെങ്കിലും കസേര ഇട്ടിട്ട് നോക്കണം കറക്റ്റ് ലാപ്ടോപ്പൊക്കെ വെക്കാൻ പറ്റും ഇല്ലേ? നല്ല കാലിനെ വെക്കാം. ചെയ്തന്നെ ഇങ്ങനത്തെ ഉദ്ദേശിക്കണത് ഇങ്ങനെ ഒരു കസേര. പിന്നെ 5500 ഇതിനറിയില്ല. നല്ലതാ. ഇഷ്ടപ്പെട്ടത്. നല്ല കംഫർട്ട് അല്ലേ? മാംഗോ ടേസ്റ്റ് നോക്കിക്കോ. ഇതെന്താ? ആമ്പൂർ നീലം. ആ നീലം മാണ്ട വീട്ടിലുള്ളതല്ലേ? അത് കാണോ ഇത്? ഞാൻ വിചാരിച്ച് വെയിറ്റ് ഉണ്ട് നന്നായിട്ട്. 200 ഒരു പ്ലേറ്റ്. മോളാണോ ഇവിടെ നിൽക്കണേ? ഇതൊക്കെ പൊട്ടണ പാത്രങ്ങളല്ലേ? അതെന്തെന്നാണത്? നല്ലതല്ലേ? വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വെച്ചാൽ രാത്രി ആകുമ്പോൾ ലൈറ്റ് വരും. പോയാലോ? പിന്നെ 1000 റുപ്പീസാണ്. നല്ലതാ. ചെയ്തൊന്നും യൂട്യൂബറിന്റെ ഒരു കഷ്ടപ്പാടേ. ആ മതിയുമ്മേ. 3 ദിവസത്തേക്ക് ഞാൻ അവിടെ ചെന്നിട്ട് ആക്കിക്കോളാം. അതിലാക്കി കൊണ്ടുപോകാൻ. ആ എന്നാ അതിലാക്ക്. ഏതിലെങ്കിലും ആക്കി തായോ. വേണ്ട. കർക്കിടക കഞ്ഞി
മരുന്ന് കഞ്ഞി ഞാനിവിടെ വീട്ടിൽ വന്നിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനത് എടുത്തിട്ട് പോവാന്ന് വിചാരിച്ചു. എനിക്ക് എന്താ പറയുക, ഞാൻ ഉണ്ടാക്കണമായിരുന്നു 2 കൊല്ലമായിട്ട്. ഇപ്പം എനിക്ക് മടിയാണ്. ഞാൻ ഉണ്ടാക്കാം മതിയുടെ അല്ല അടച്ചു നോക്കല്ല. എന്നിട്ട് ഇതെങ്ങനെ ഡിക്കിയിൽ വെച്ചാൽ മതിയില്ലേ? മതി. ഇത് ഞാൻ 3 ദിവസത്തേക്കാണ് കേട്ടോ കൊണ്ടുപോകണത്. ഇല്ല ഇത് അവിടെ ചെന്ന് ഇത് തുറന്നു വെച്ചാ മതിയാ? ആവശ്യമുള്ളത് എടുത്തിട്ട് കുടിക്കാൻ എടുക്കില്ലേ? എപ്പോഴാ കുടിക്കുക? ഞാനൊരു 8:30 ആകുമ്പോ. എന്നിട്ട് എപ്പോഴാ കിടക്കുക? 10:30 ഞാൻ വേണമെങ്കിൽ ഇത് ചരിവത്തിലേക്ക് വെക്കാം. ഇത് അടച്ചു വെക്കാം. അപ്പൊ എനിക്ക് 3 പാത്രത്തിലേക്കായിട്ട് അങ്ങനെ കഴിഞ്ഞ കൊല്ലം ചെയ്തത്. ബാക്കിയുള്ളത് കുഞ്ഞു പാത്രങ്ങളിൽ ഇപ്പൊ അങ്ങനത്തെ ചില്ല് പാത്രം തന്നില്ല. അങ്ങനത്തെ കൊത്തമര ഉപ്പേരി അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അച്ചാറ് വേണ്ട. എന്താ അച്ചാറ്? അതൊക്കെ ഇനി കൊണ്ടോണ്ട. അമ്മ കുറെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെന്താ പറയാ, അപ്പ വീട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ കഴിക്കണം. 3 ദിവസത്തേക്കാണ് ഉണ്ടാക്കിയേക്കണത് അമ്മ. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്ന് ഇന്നിപ്പോ കഴിച്ചിട്ട് 2 ബോക്സിലാക്കി അടച്ചു. അതനുസരിച്ചിട്ട് കുടിച്ചാ മതി. കുറച്ചൊക്കെ കുടിച്ചാൽ പോരെ? വേണ്ട അത്രേ പറ്റുള്ളൂ അമ്മ. ഹലോ, അപ്പൊ ഞാന് ഇന്ന് വിചാരിച്ചു ഒരു മുട്ട തിളപ്പിക്കാൻ. അതായത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുട്ട തിളപ്പിക്കലാണ്. നമുക്ക് സവാള വേണ്ട, വെളുത്തുള്ളി വേണ്ട, ഇഞ്ചി വേണ്ട. ആകെ വേണ്ടത് തക്കാളിയും മുട്ടയും മാത്രം മതി. ഞാൻ യൂട്യൂബിൽ കണ്ട കേട്ടോ. ഭയങ്കര ഈസി ആയിട്ട് എടുക്കുക. പക്ഷെ ചീസും കൂടി വേണം കേട്ടോ. നമ്മളങ്ങനെ വീട്ടിൽ മുട്ടയൊക്കെ തിളപ്പിക്കുമ്പോൾ ചീസൊന്നും ആഡ് ചെയ്യാറില്ലല്ലോ. ഇത് ചീസൊക്കെ ഇട്ടിട്ടൊരു വെറൈറ്റിയാണ്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം. അതായത് ചോറിൻ്റെ ഒപ്പം വേണ്ട കേട്ടോ. വേണമെങ്കിൽ കഴിക്കാമല്ലോ ഇത് കേട്ടോ. അപ്പൊ പാനൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ട്. ഞാൻ 4 മുട്ടയിൽ ചെയ്യാനാണ് കേട്ടോ വിചാരിച്ചത്. 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് വാഷ് ചെയ്തെടുക്കാം. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതില് കുറച്ച് ഓയിൽ മതി. കാരണം ഇപ്പൊ നമ്മുടെ ഓയിലിനൊക്കെ വില കൂടി ഇരിക്കണല്ലോ. അപ്പൊ ഒരു ലേശം 2 ടേബിൾ സ്പൂൺ അത്രയും മതി കേട്ടോ. സൺഫ്ലവർ ഓയിൽ ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അവിടെ ഇത്രയും ഉണ്ട്. മേടിച്ചിട്ടുണ്ടാ? അത് മതി. അപ്പൊ ഇതേ പാൻ ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഞാൻ യൂട്യൂബിൽ കണ്ടതിൽ കുറച്ചൊക്കെ എന്റേതായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ട്. അപ്പോഴാണല്ലോ ഈ ഡിഷ് ഒന്നും കൂടി ടേസ്റ്റി ആവുള്ളൂ അല്ലേ? പോയത്. അപ്പൊ അതേ കുറച്ച് ഞാനിപ്പോ കോക്കനട്ട് ഓയിലാണ്, അല്ല സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്യണത്. ഇത്ര ആഡ് ചെയ്യണുള്ളൂ കേട്ടോ. അതിൽ ലേശം ഒന്ന് ചൊട്ടിക്കുക. പിന്നെ അതേ ഞാൻ ഇത് എടുക്കാറില്ല. ഈ ഒരു അത് കട്ട് ചെയ്യണ്ടല്ല, അത് കട്ട് ചെയ്യണം. അങ്ങനെയല്ല, അത് മുറിക്കേണ്ടിയിരുന്നത് റൗണ്ടില് മുറിക്കണമായിരുന്നു. ഇനിയിപ്പോ ഇങ്ങനെ മുറിച്ചു. അത് അവര് റൗണ്ട് തക്കാളി ആയിട്ടാണ് ഇങ്ങനെ മുറിക്കണം. അപ്പൊ കിട്ടൂല. ഇങ്ങനെ ചെയ്തിട്ടം പറഞ്ഞാല് കേട്ടോ. ഒരെണ്ണം ചെയ്തിട്ടം പറഞ്ഞാലേ. അപ്പൊ അതേ പിന്നെ ചെയ്തിട്ടം പറഞ്ഞാല് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത്. വീഡിയോ കുറച്ച് ബ്രേക്കായി കട്ട് ചെയ്തതിന്റെ കൈയും കൂടി മുറിച്ച്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. സൂക്ഷിക്കണം. ഞാൻ കട്ടിങ് ബോർഡ് എടുക്കാതെ അങ്ങനെ സിമ്പിളായിട്ട് ചെയ്താണ് അങ്ങനത്തെ പറ്റിപ്പോയത്. കുഴപ്പമൊന്നുമില്ല. ഓയിലൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് മൂടി വെക്കാം. സിമ്മിലിട്ട് വെക്കാം. ചീസ് വേണം ഇതിലേക്ക്. ചീസ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ ഇതിന്റെ ഉള്ളില് ഞാൻ മുട്ടയും കൂടി ഇടുമ്പോഴത്തേക്കും സ്പേസ് ഉണ്ടാവും. കുറച്ചുകൂടി തക്കാളി സ്മാഷ് ആക്കും. എന്നിട്ടാണ് കേട്ടോ. കൈ മുറിഞ്ഞപ്പോ ഞാൻ ഇവിടെ വെള്ളമൊക്കെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായി. കുറച്ച് തേങ്ങാപ്പാലും കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞപ്പോ അതൊക്കെ മറന്നു വയ്ക്കാറ്. കൈ മുറിഞ്ഞപ്പോ പിന്നെ ചോര നിക്കണില്ല. അത് നിന്നിട്ടാണ് ഇപ്പൊ വീഡിയോ എടുക്കണം. വലിയ കാര്യമായിട്ടൊന്നും മുറിഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. ഇത്ര മതിയില്ലേ? ഇത് ഉച്ച സമയമൊക്കെ ആകുമ്പോ ചോര നിക്കില്ല. ഇത് വേണ്ട. കൈ മുറിഞ്ഞത് കൊണ്ടെല്ലാം നമുക്ക് കട്ടിങ് ബോർഡിൽ വെച്ച് ചെയ്യാം. ഇത് നമുക്ക് സ്കൂളിലേക്ക് കുട്ടികൾക്ക് എന്താ ലഞ്ച് ബോക്സിലൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതും ഈ കറിയും ഉണ്ടാക്കി ഒരു ചപ്പാത്തിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റ്. പക്ഷെ ലച്ചുവിന് കൊണ്ടുപോകാൻ പറ്റില്ല. നോൺ വെജ് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം അലൗഡ് അല്ല.
മല്ലിയില പിന്നെ ചെയ്തൊന്നും അത്ര കാര്യമായിട്ട് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് എടുക്കണുള്ളൂ. അല്ല, ഇത്ര മതി. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതില് പാഴ്സലി എടുക്കുന്നുണ്ട്, ഒറിഗാനോ. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട, ചില്ലി ഫ്ലേക്സ് ഇടണം. ഇത് ഈ പാഴ്സലിയും ഒറിഗാനോ ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ. ഇവിടെ ഉള്ളത് കൊണ്ട് എടുത്തതാണ്. അല്ലേ സേതേട്ടാ? നമുക്കിതൊന്ന് ആയാണെന്ന് നോക്കിയാലോ? ആയി നോക്കിയേ. ടൊമാറ്റോന്റെ മുകളിൽ വെള്ളത്തുള്ളികളൊക്കെ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല ഭംഗിയുണ്ട്. കൈ കൊള്ളാതെ സൂക്ഷിക്കണം. ഇനി എന്ത് മുറിയാതെ. ബിഗ് ബോസ് എല്ലാരും കാണുന്നുണ്ടല്ലോ അല്ലേ? ഞങ്ങളും കാണുന്നുണ്ട്. പിന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആയിട്ടില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാലാണല്ലോ മനസ്സിലാവുള്ളൂ. ഇപ്പൊ ഒരു കുട്ടി വന്നിട്ടുണ്ടല്ലോ, ഗിസൈൽ. ഗിസൈലും പിന്നെ എനിക്ക് അനുമോള്, പിന്നെ ആരൊക്കെ എനിക്ക് നോട്ട് ചെയ്തത്, അങ്ങനെ കുറച്ചു പേരെ എനിക്ക് ഇങ്ങനെ നോക്കി വെച്ചേക്കാണ്. ഞാൻ ഒന്നിയിലാണ്, ഞാൻ ഉണിയെന്നാണ്ടോ വിളിക്കുന്നത് പുള്ളീനെ, കാരണം കിട്ടണില്ല പേര്. അപ്പൊ നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഏതാന്നുണ്ടെങ്കിൽ അതാണല്ലോ എളുപ്പം. ഒനീലിനെ ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട്, കാരണം ബൂംബാങ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടല്ലോ, അപ്പൊ പുള്ളിക്കാരന്റെ കൂടെ അന്ന് പോയതൊക്കെ, അന്ന് ബൂംബാങ്ങിന്റെ കൂടെ ഫോട്ടോ കൊച്ചിയിലൊക്കെ പോയിട്ട് കാർത്തിയാനി റെസ്റ്റോറന്റിൽ പോയിട്ട് മീനൊക്കെ, അപ്പൊ എനിക്ക് അങ്ങനെ പുള്ളിക്കാരനെ അറിയാം കേട്ടോ. പിന്നെ ആരായിരിക്കും നമ്മുടെ ഫേവറേറ്റ്, എന്റെ ഫേവറേറ്റ് എന്ന് എനിക്ക് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വലിയ ഫേവറേറ്റ് ഒന്നും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇഷ്ടപ്പെട്ട സീസൺ ഏതായിരുന്നു? ഫസ്റ്റ് സീസണും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പേളിമാണി, സാബു, ശ്രീനിഷ്, പിന്നെ ഷിയാസ്, ഇവരൊക്കെ ഇരുന്ന്, ബഷീർ. പിന്നെ എനിക്കിഷ്ടപ്പെട്ട സീസൺ അഖിൽമാരാരുടെ സീസൺ. നല്ല സീസൺ ആയിരുന്നു. അഖിൽമാരാരുടെ സീസൺ നല്ല സീസൺ ആയിരുന്നു. പിന്നെ ബാക്കി എല്ലാ സീസണും ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ പെട്ടെന്ന് ബിഗ് ബോസ് എന്നൊക്കെ പറയുമ്പോൾ മനസ്സിൽ ഓടി വന്ന സാബുമോൻ, അഖിൽമാരാര്, പിന്നെ പേളി, ശ്രീനിഷ് അല്ലേ? എനിക്ക് അങ്ങനെയാണ് കേട്ടോ വരാറ്. ബിഗ് ബോസിന്റെ ഇപ്പൊ ലൈവ് ഉണ്ടല്ലോ, ലൈവ് ഞങ്ങൾ രാവിലെ ഇത്തിരി നേരം കണ്ടു, പിന്നെ കണ്ടിട്ട് ലൈവൊക്കെ കാണാനത് ഇനി നമ്മൾ കുറെ കഴിഞ്ഞ് കുറച്ചും കൂടെ അവിടെ ഒരു കത്തിക്കേറുമ്പോഴാണല്ലോ. കോക്കനട്ട് പൗഡർ ആണ് കേട്ടോ. ഇത്ര മതിയാവും. ഇതാകുമ്പോ നമുക്ക് തേങ്ങ ചിരകൊന്നും വേണ്ട, ചൂടുവെള്ളം ഉണ്ട് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇതിങ്ങനെ എടുത്താണ്ടാ, ഇങ്ങനെ എടുക്കണം. ഇതിങ്ങനെ പയ്യെ കിട്ടും നമുക്കിതാ. നിങ്ങൾ എന്നോട് ചോദിക്കും ഇതിന്റെ തൊണ്ടും കൂടി എടുത്താൽ എന്താ, നമ്മളൊക്കെ അങ്ങനെയാണല്ലോ ചെയ്യാറ്, പക്ഷെ ഇതിന് അങ്ങനെ വേണ്ട കേട്ടോ. ഓക്കെ, അപ്പം അതേ ഫുള്ള് നമ്മൾ ടൊമാറ്റോൻ്റെ ഇതൊക്കെ സ്കിന്നൊക്കെ പീൽ ചെയ്തെടുത്ത്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ ഫോർക്ക് വെച്ചൊന്ന് സ്മാഷ് ചെയ്യാം. എന്താ സ്മാഷ് ചെയ്തിങ്ങനെ, തീ ഓഫ് ചെയ്ത ഇല്ല, തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുപോലെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ തീ കുറച്ച് കൂട്ടിയിട്ടുണ്ടായി. നമുക്ക് ഈ സമയത്താണ് നമ്മുടെ മല്ലിയില ഇട്ട് കൊടുക്കാം. പാഴ്സലി, ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ്, നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സ് മതിയില്ലേ? ഇനി ഇതിൽ നമ്മൾ ആഡ് ചെയ്യാത്ത കാര്യമുണ്ട്, കുറച്ച് ഉപ്പ് ഇട്ട് വെക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. നമ്മുടെ കയ്യിലുള്ള ചീസ് ഇടുക അല്ലേ കേട്ടോ. ഇപ്പൊ 3 ടൊമാറ്റോ എടുത്തില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതിൽ വല്ലതും ഉണ്ട്. എന്നിട്ട് നമ്മളിതൊന്നും ഇങ്ങനെ ഫ്ലെയിം കൂട്ടി വെച്ചോളൂ. ഇതാവട്ടെ, ചൂടാവട്ടെ, ഒന്ന് അലിയട്ടെ, ഇതൊന്ന് കഴുകട്ടെ. മുട്ടയൊന്ന് കഴുകാട്ടോ. നമ്മള് 4 മുട്ട എടുക്കാം അല്ലേ? അപ്പൊ അതേ ചീസൊക്കെ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമുക്ക് ഗ്രേവിയും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്യണം, ഉപ്പൊക്കെ ഉണ്ടോ. ഇതിൽ മഞ്ഞപ്പൊടി ഇടാത്തോണ്ടാണ് ഈ കളറ്, പിന്നെ നമ്മൾ മുളക് പൊടി ഇട്ടിട്ടില്ലല്ലോ. ഇങ്ങനെ ഒരു പോർഷൻ ആക്കി വെക്കാം. എന്നിട്ട് നമുക്ക്
പോഷൻ ആയില്ല പോഷൻ വീണ്ടും മഞ്ഞയാണ് കേട്ടാ. ഇങ്ങനെ നീ നിക്കട്ടെ, ആദ്യം ഇങ്ങനെ ആക്കാം. പക്ഷെ കണ്ട 1 എല്ലാരും പറയുന്നുണ്ടേ മുട്ട അങ്ങനെ ഇടരുതെന്ന്. ചില മുട്ട ചീഞ്ഞ മുട്ടയാണെന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് വേണം അത്ര ഇടാനായിട്ട്. കണ്ട ഇന്നലെ അങ്ങനെ ചെയ്തു. ഓക്കെ, റെഡി 1 2 3. അടിക്കടിയോ കുറച്ച് ഇങ്ങനെ ഇരിക്കട്ടെ ചേട്ടാ. ഇനി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാലോ. നമുക്കൊന്ന് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, കുറച്ച് കാശ്മീരി പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കളർ കിട്ടിയാനേ. നമ്മളത് ഇട്ട് കൊടുത്തില്ല. അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്തിരി കളർ വേണമെന്നുണ്ടെങ്കിൽ അല്ലേ, കുറച്ച് കളർ ഉണ്ടെങ്കിൽ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. പക്ഷെ കളറിലാണ് ടേസ്റ്റിന് ഒരു കുറവില്ല. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള മുട്ട തിളപ്പിച്ച് റെഡി ആയിട്ടുണ്ട്. കുറച്ച് ക്ലീനിങ് പരിപാടിയൊക്കെ ഉള്ളൂ. നമുക്കൊന്ന് തുറന്നു നോക്കിയാൽ അത് കറക്റ്റ് ആയോ എന്നുള്ളത്. ഓഫ് ചെയ്യാം അല്ലേ. നമ്മൾ മുട്ട തിളപ്പിച്ചത് അധികം കുക്കാക്കൂലല്ലോ. നമുക്ക് ഡിവൈഡ് ചെയ്ത് വെക്കാം. ഇതൊരാൾക്ക് കേക്ക് കട്ട് ചെയ്യണം അല്ലേ. കട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ബ്രെഡിൻ്റെ ഒക്കെ ഒപ്പം കഴിച്ചാൽ സൂപ്പറാണ് അല്ലേ ചേട്ടാ. എനിക്ക് എൻ്റെ റൈസ് തന്നാൽ മതി. അതുണ്ട്, സേതൻ്റെ റൈസ് ഉണ്ട്. ഞാനിന്ന് സത്യത്തിൽ കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതാണ് ലച്ചുവിന് കുറച്ച് എടുത്തും വെക്കാന്ന് ഓർത്ത്. അപ്പോൾ ഒരു കാര്യം ചെയ്തു, നീ ആ ചെറിയ പാത്രത്തിൽ റൈസ് ഇട്ടിട്ട് ഇങ്ങോട്ട് കഴിക്കാം. നീയും കഴിച്ചോ കുറച്ച്. കഴിക്കാൻ വേണമെന്ന് സേതനം കഴിക്കണം, എടുക്കട്ടെ. എന്നാ പിന്നെ നീ കഴിച്ചോ. എനിക്ക് എന്നിട്ട് അല്ല നീ ഞാൻ കഴിച്ചോളാം, നീ ടേസ്റ്റ് ചെയ്തോ. പിന്നെ സേതന് ചോറ് വേണ്ടേ. മറ്റേ പാത്രത്തിൽ മതി. ഏതാ റൗണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. ചപ്പാത്തി ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ചോറിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ട് കഴിക്കാൻ പറ്റും. ഞങ്ങൾ 2 ആൾക്കും കൂടി ഉള്ളതാണ്. കഴിച്ചു നോക്കിയാലോ. സ്പൂൺ വെച്ചാണ് കഴിക്കണം. നമുക്ക് കുറച്ച് ഗ്രേവിയും ചോറും കൂട്ടത്തിൽ കഴിച്ചു നോക്കാം. ഇവരുടെ കണ്ണിൽ ഇപ്പോഴും ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ. നല്ല ക്രീമിയാണല്ലേ. എനിക്ക് പക്ഷേ യോക്ക് ഇതായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് കുറച്ച് എടുക്കാം അല്ലേ ഇതേട്ടാ. കുറച്ച് മുട്ടയും കൂടെ. ചപ്പാത്തി ഇവിടെ കൂടെയാണ് എനിക്ക് സെറ്റായിട്ട് തോന്നുന്നത്. കഴിച്ചു നോക്കി കാണിച്ചായോ. നമുക്ക് മിക്സ് ചെയ്യണത് ഇതൊക്കെ. ഇച്ചിരിയും കൂടെ ഒന്ന് താഴ്ത്തു നിൽക്കട്ടെ. ഞാൻ പറയാട്ടാ. അങ്ങനെ തന്നെ പിടിക്കണേ. എങ്ങനെയുണ്ട്? നല്ലതല്ലേ. എരിവൊക്കെ വേണമെങ്കിൽ ആവശ്യത്തിനാണ് ഇപ്പം ഇട്ടേക്കണത് അല്ലേ. കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എരിവ്. ബ്രെഡ് ഇതും കൂടെ കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആണല്ലേ. സാധാരണ ചോറ് പറ്റില്ല കേട്ടോ. വേണമെങ്കിൽ കഴിക്കാം. ഞാൻ ഇപ്പം സാധാരണ സൂപ്പറല്ലേ. അപ്പോൾ ഇനി 3 മുട്ട ഇരിപ്പുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. ബൈ.